fucked up. I'm black and blue. I'm built for I'll be. നച്ചു രണ്ടടി ഇങ്ങോട്ട് കയറി വരുന്ന വേണ്ടായിരുന്നല്ലോ, എങ്ങോട്ട് പോയി? എന്റെ 2 സന്താനങ്ങളും ഇന്നിവിടെ കയറിയിട്ടുണ്ടായിരുന്നു. ഇന്നേ വരെ ഒരു ഹെൽപ്പ് പോലും വേണമെന്ന് ചോദിച്ച് കയറാത്ത അവളന്മാരെ ഇന്ന് കയറി വന്നേക്കുന്നത്. അപ്പോഴേ എന്തോ ഉടായ്പ മണത്തതാ. അതുകൊണ്ട് രണ്ടിനെയും ഞാൻ വന്ന വഴി ഓടിച്ചു വിട്ടിട്ടുണ്ട്. സത്യം പറയാലോ നച്ചു, ഞങ്ങൾ കിച്ചണിലോട്ട് പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഷോക്കായി പോയി. അത് സത്യമാ. കേറി വന്നിട്ട് അമ്മാന്ന് വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ഇവിടുന്ന് ശരിക്കും ഷോക്കായി പോയി. സത്യം പറയാലോ, ഇതുപോലത്തെ 2 ഇതുങ്ങളെ കാണും. എങ്ങനെയെങ്കിലും കല്യാണം മുടക്കാന്നും പറഞ്ഞുകൊണ്ട് നടക്കുക 2 നടക്കത്തില്ല എന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. എന്തായാലും പുന്നാരിച്ച് വളർത്തിയ 2 മക്കളും തലമുകളിൽ ആലോചിക്കുന്നുണ്ട് ഇതെങ്ങനെ മുടക്കാന്ന്. നടക്കത്തില്ല. ഇതെങ്ങാനും മുടക്കിയ 2നെയും ഞാൻ ബാക്കി വെച്ചേക്കത്തില്ല. എടി നമ്മുടെ മക്കളാടി. നമ്മുടെ മക്കളൊക്കെ തന്നെയാ. നിങ്ങളൊറ്റ ഒരുത്തനയച്ചായ ആ പിള്ളേരെ 2നെ ഇത്രയും വഷളാക്കി വെച്ചത്. ദാണ്ട് കിടക്കുന്ന എന്റെ നെഞ്ചത്തോട്ട്. അതെ, നിങ്ങളെ തന്നെ ഞാൻ പറയും. ഓ, ഇവളെ കൊണ്ട്. നച്ചു, അവര് വന്നെന്നാ തോന്നുന്നത്. ഞാനൊന്ന് പോയി നോക്കട്ടെ, നീ അങ്ങോട്ട് വാ പിള്ളേരെയും കൂട്ടി. ചെല്ലു, ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം. ക്രിസ്റ്റി, കിച്ചു, കേറി വാ. മക്കളെന്തിയടാ? ദാ വരുന്നുണ്ട് 2 പേരും. മക്കളെ വാ. അങ്കിള് ഇതാ വരുവാ. അതെയാ, അവിടെ എന്തിയടാ? അവള് കിച്ചണിലാടാ, ഇപ്പം വരും. എന്നാ നിങ്ങൾ സംസാരിക്കേ, ഞാൻ അച്ഛൻ്റെ അടുത്തോട്ട് പോവാണേ. ശരി. അരുൺ മോനെ എങ്ങനെയുണ്ടടാ? ഓക്കെ അല്ലേ നീ? അങ്കിള് ഞാൻ ഓക്കെയാണ്. എന്നാലും എന്ത് പറ്റിയതാടാ? എന്റെ അങ്കിളെ അതൊന്നും പറയാത്തയാ നല്ലത്. അതെന്നാടാ അമ്മൻ? അതോ അത് 2 അമ്മൻ. അങ്കിളെ അതൊന്നുമില്ല. അതൊന്നും പറയാൻ നിന്ന് ഇപ്പോഴൊന്നും തീരത്തില്ല. അല്ല, ആന്റി എന്തിയെ? ആന്റിയെ കൂട്ടാ പോയ അമ്മയും കാണുന്നില്ലല്ലോ. നല്ല ആൾക്കാരാ, 2 കൂടെ ഒന്നിച്ചായ സംസാരിച്ച് സമയം പോകുന്നത് അവർക്ക് തന്നെ അറിയില്ല. ഇനിയിപ്പോ ഇവിടെ നിന്ന് ആരെങ്കിലും വിളിക്കാൻ പോയാൽ 2 ഇവിടെ എത്തും. അത് നീ പറഞ്ഞത് കറക്റ്റാ ക്രിസ്റ്റി. കിച്ചു വന്നോ നിങ്ങള്? പിള്ളേര് വന്നോ? ക്രിസ്റ്റിച്ചായൻ എന്തിയെ? സുഖാണോ നിങ്ങൾക്ക്? ആരുൺ മോനെ എങ്ങനെയുണ്ട്? അവന് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്റെ നച്ചു നിർത്തി പറയടി. ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. അച്ഛനും കുഴപ്പമില്ല, അവൻ ഓക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നീ അങ്ങോട്ട് വാ, എല്ലാരും അവിടെ ഇരുന്ന് സംസാരിക്കാം. വരുവാ. ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ എടുക്കുമായിരുന്നു. അതൊക്കെ പിന്നെ ആവാം. വാ, അവിടെ എല്ലാവരും ഇരിക്കുവല്ലേ. ക്രിസ്റ്റിച്ചായനും ജോബിച്ചായനും അപ്പവും അച്ഛനും ഒക്കെ അവിടെ ഇരുന്ന് സംസാരിക്കാം. വാ, നമുക്കും പോയി സംസാരിക്കാം. പിന്നെ പിള്ളേരെയും കൂടെ വിളിക്കാം. വാ. എന്റെ 2 അല്ലേ? 2 കുറച്ച് മുന്നേ ഞാൻ ഈ അടുക്കളയിൽ കണ്ടായിരുന്നു. ഇതുവരെ കേറാത്തതാ. എന്തിനാന്ന് വന്നതാ? ഇവിടെ ഹെൽപ്പ് വേണോ എന്നൊക്കെ ചോദിച്ചിട്ടാ വന്നത്. എന്താണെന്ന് തമ്പുരാൻ അറിയാം. ഇപ്പൊ 2 റൂമിൽ കാണുമെന്നാ തോന്നുന്നത്. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. നീ അങ്ങോട്ട് ചെല്ലും. കൊള്ളാലോ 2. എന്നിട്ട് റൂമിലാണല്ലേ? വാ, നമുക്ക് ഒരുമിച്ച് പോയി വിളിച്ചിട്ട് വരാം. എന്റെ പൊന്നു കിച്ചു, അവരെ കുറിച്ച് പറയാത്ത നല്ലത്. 2 കൂടെ ഒപ്പിക്കാത്തതൊന്നുമില്ല. കിച്ചായൻ വഷളാക്കി വെച്ചേക്ക് 2നെ. ഉടനെ കെട്ടിച്ച് വിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ടാ ഇങ്ങനെ ഒരു കല്യാണം ഇപ്പൊ. ഇടി പോട്ടടി, ഇപ്പോഴൊക്കെയല്ലേ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റൂ. ഈ പ്രായത്തിലൊക്കെയല്ലേ നടക്കൂ. അവരങ്ങ് എൻജോയ് ചെയ്യട്ടെന്ന്. കല്യാണമൊക്കെ കഴിയുമ്പോഴത്തേക്കും എല്ലാം ശരിയാവും. അല്ലെങ്കിൽ ഞാൻ ഉണ്ടല്ലോ അവർക്ക്. നിന്നെ പോലെ തന്നെ ഞാൻ നോക്കിക്കോളാം അവരെ, പൊന്നു പോലെ. അതെനിക്ക് അറിയാടി. അതുകൊണ്ടല്ലേ നിനക്ക് എന്നെ തരുന്ന എന്റെ 2 മക്കളെയും. ഇച്ചിരി കുറുമ്പുണ്ടെന്നേ ഉള്ളൂ. ഞാൻ ചുമ്മാ ഇടയ്ക്കിങ്ങനെ അവർ വഴക്കൊക്കെ പറയും. വഴക്ക് പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വഴക്ക് പറയുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് അവരുടെ അപ്പനുണ്ടല്ലോ. അതുകൊണ്ട് ആ ധൈര്യമാ 2നും. അതങ്ങനെ അപ്പന്മാരെ പെൺപിള്ളേർക്ക് സപ്പോർട്ട് ചെയ്യും. ഇതിലൂവ പോയ ആരും നടന്നില്ലല്ലോ. എങ്ങനെ ഇപ്പൊ ഈ കല്യാണം ഒന്ന് മുടക്കുക? അതാ ഞാനും ഇങ്ങനെ ആലോചിക്കുന്നത്. ഈ പെണ്ണ് കാണല് നടന്നാലുണ്ടല്ലോ, അടുത്ത വീക്ക് നമ്മുടെ കെട്ടായിരിക്കും. എങ്ങനെയെങ്കിലും ഇതൊന്ന് മുടക്കണമല്ലോ. എന്താ ഇപ്പൊ ഒരു വഴി? ഇവിടെ ഇരുന്നിട്ട് മുഖത്തോട് മുഖം നോക്കിയിട്ട് എന്താ ഇപ്പൊ ഇതിനൊരു വഴി, എന്താ ഇതിനിപ്പോ ഒരു വഴി?
അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല, ആലോചിക്ക്. ഞാൻ മാത്രം ആലോചിച്ചാൽ മതിയാ, നീ ആലോചിക്ക്. എന്റെ പൊന്നിലുക, ഞാനും ആലോചിക്ക, ഒന്ന് സമാധാനത്തിൽ ആലോചിക്ക്. എങ്ങനെയെങ്കിലും ഇതൊന്ന് മുടക്കിത്താ. നിനക്കില്ലേ, നിന്റെ തലയിലല്ലേ ഐഡിയ എങ്ങനെ ഉദിക്കത്തുള്ളൂ. എനിക്കങ്ങനെ ഉദിക്കത്തില്ല എന്ന് അറിഞ്ഞൂടെ, എല്ലാം ലേറ്റായിട്ടേ കത്തു. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്താ ഒരു വഴി. കിട്ടി. കിട്ടിയോ? എന്താ പ്ലാൻ പറ. നമ്മൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാലുണ്ടല്ലോ, അപ്പനും അമ്മയും വിശ്വസിക്കത്തില്ല. അപ്പോ നമ്മള് നീ എന്ത് ഉദ്ദേശിക്കുന്ന, ശരിക്കും അത് പറ. അത് വേറൊന്നുമല്ല, നമുക്ക് രണ്ടുപേർക്കും വേറെ ചെറുക്കന്മാരെ ഇഷ്ടമാണെന്നങ്ങ് പറഞ്ഞാൽ പോരെ. എടി നടക്കുന്ന കാര്യം വല്ല പറ നീ. എങ്ങനെ അപ്പനും അമ്മയും നമുക്ക് രണ്ടുപേർക്കും വേറെ ചെക്കന്മാരുണ്ടെന്ന് വിശ്വസിക്കാം? വിശ്വസിക്കുന്ന കാര്യം വല്ലോ നീ പറ. അതന്നെ ഞാൻ പറഞ്ഞ, വിശ്വസിക്കത്തില്ലാന്ന്. ഇനിയിപ്പോ വേറെ എന്താ ചെയ്യാ? നീ ഓർക്കുന്നില്ലേ, ഒരു പോലീസ് ചായനും ഒരു ഡോക്ടർ ചായനും? അതൊന്ന് പയറ്റി നോക്കിയാലോ? അത് നല്ലൊരു ഐഡിയ ആണ്. എന്തായാലും ഇതുവരെ നമുക്ക് ആ കാര്യം അവരുടെ അടുത്ത് പറയാനൊരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. ഇപ്പം വരുന്നവരെ പെണ്ണ് കണ്ടിട്ട് അങ്ങ് പോട്ടെ, എന്നിട്ട് നമുക്ക് നൈറ്റ് അവരോട് സംസാരിക്കാം. പക്ഷെ അവരെ കാണണമെന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യുമോടി? അതും ശരിയാ, കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? മാത്രമല്ല, അങ്ങേരെ അന്ന് കണ്ടതാ, അങ്ങേർക്ക് ഇപ്പം എങ്ങനെ ഉണ്ടോ എന്തോ. പാവം, നമ്മൾ കാരണം ഹോസ്പിറ്റലായില്ലേ. നീ ആ പോലീസ് ചായനെ കാണുന്നില്ലായിരിക്കും, പക്ഷെ ഞാൻ ആ ഡോക്ടർ ചായനെ കാണാറുണ്ടല്ലോ. എപ്പോഴാണ് നീ പോയി കണ്ടേ? ഏതൊക്കെ ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. പോകുന്നതൊക്കെ ശരി. ഞാൻ ആ ഇച്ചായനെ കുറിച്ച് ചോദിച്ചപ്പം അങ്ങേർക്ക് കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞത്, ഒക്കെ ആയിട്ട് ഇരിക്കുന്നു എന്നാ പറഞ്ഞത്. പിന്നെ ഞാൻ ചുമ്മാ തമാശയ്ക്ക് വേണ്ടി, കൂടുതൽ നീ അങ്ങോട്ട് തമാശിക്കാൻ നിൽക്കണ്ട. എന്തായാലും ഡോക്ടർ അവിടെ ഉണ്ടല്ലോ, ഡോക്ടറോട് നമുക്ക് പോയി കാര്യം സംസാരിച്ചിട്ട് അവരോടൊന്ന് വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് അപ്പനോടും അമ്മയോടൊന്ന് സംസാരിക്കാം. പിന്നെയുള്ളത് പിന്നെ നോക്കാം. സംസാരിച്ച് നോക്കാം, വരുമെന്നാണ് ഡൗട്ട്. രണ്ടുപേരും ഇവിടെ എന്തെടുക്കുക? താഴോട്ട് വരുന്നില്ലേ? ആൻറ്റി എന്തിവിടെ? ആൻറ്റിക്ക് സുഖമാണോ ആൻറ്റി? അങ്കിൾ എന്തി? സുഖമായിട്ടിരിക്കുന്നു. അങ്കിള് താഴെയുണ്ട്, വാ നമുക്ക് അങ്ങോട്ട് പോവാം. അല്ല, ആൻറ്റി വരുന്ന കാര്യം അമ്മ പറഞ്ഞില്ലല്ലോ, എന്താ അമ്മ പറയാണ്ടിരുന്നേ? അതോ സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി എൻ്റെ രണ്ട് മക്കൾക്കും. അതെ, ഒരു സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചു. പിന്നെ കുഞ്ഞിലെ കണ്ടതല്ലേ രണ്ടാളെയും, ഒന്ന് വന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. എന്തായാലും നിങ്ങളുടെ വിവരങ്ങളൊക്കെ ഞാൻ അപ്പം അറിയുന്നുണ്ട്. ഓഹോ, അപ്പം എല്ലാം നിങ്ങളുടെ മമ്മി വിളിച്ചറിയിക്കാറുണ്ടല്ലേ? പിന്നെ ഞാൻ എല്ലാം വിളിച്ച് പറയാറുണ്ട്. രണ്ടും വാ. നാലും ഉണ്ടല്ലോ. ഈശ്വര, എന്ത് പറ്റടാ അപ്പു? ചേട്ടായി ഒന്ന് അങ്ങോട്ട് നോക്കിക്ക്, ദാണ്ട വരുന്നു ചേട്ടായിന്റെ പൊണ്ടാട്ടി. കർത്താവേ, ഇവളോ? പെട്ട് എൻ്റെ ജീവിതം പോയി. ചേട്ടായിയുടെ മാത്രമല്ല എന്റെയും പോയി. ഇതാ നോക്കിക്ക്. ഞാൻ വിചാരിച്ച എനിക്ക് മാത്രമാണെന്ന്. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ചേട്ടായി, എടാ അപ്പു, എന്താടാ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല, കെട്ടുക അത്ര തന്നെ. എടാ, എനിക്ക് കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലടാ, എനിക്ക് കല്യാണമേ വേണ്ട. ഇവളെ കെട്ടിയാ ഞാൻ ബെഡിൽ നിന്ന് എണീക്കലുണ്ടാവില്ലടാ. അയ്യേ, എന്തോന്ന് ചേട്ടാ ഇത്? എന്തോന്ന് പോടലക്ക. എന്താ മക്കളെ, എന്താ രണ്ടുപേരും രഹസ്യം പറയുന്നേ? ഒന്നുമില്ല അങ്കിളെ. ഇതാണ് എൻ്റെ രണ്ട് മക്കള്. രണ്ടുപേരും അങ്ങ് സുന്ദരിമാരായല്ലോ. സുഖമാണോ മക്കളെ നിങ്ങൾക്ക്? അങ്കിളെ സുഖാണ്. അങ്കിളിന് സുഖാണ്? അങ്കിള് സുഖമായിട്ടിരിക്കുന്നു. ഇതാണ്ട് ഇവര് രണ്ടുപേരാണ് എൻ്റെ രണ്ട് മക്കള്. ഹായ്. ഹലോ.
എടി ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന പ്ലാനൊക്കെ വെള്ളത്തിലായി. അങ്ങോട്ടൊന്ന് നോക്കിക്ക്. ഈശ്വര തെളിഞ്ഞ് ഇതൊന്നും പറയാനില്ല, എനിക്ക് തൃപ്തിയായി. അച്ചു അപ്പു, ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയ പെൺപിള്ളേര്. ഇതിലും വേദ അപ്പനും അമ്മയും കൂടെ 2 ശവപ്പെറ്റ് ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ, വരാനുള്ളത് വഴി തങ്ങില്ല എന്നല്ലേ. എന്താടാ രണ്ടോടും സംസാരിക്കാത്ത? ഒന്നുമില്ല അപ്പ. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ 4 പേർക്കും കൂടെ പോയി സംസാരിക്കാം. ഓക്കെ അപ്പ, നിങ്ങൾ പോയി സംസാരിച്ചേക്കാം. ഓ ഇവൻ എങ്ങോട്ടാടാ? എനിക്ക് കെട്ടണ്ട, എനിക്ക് സംസാരിക്കണ്ട. ചേട്ടായി, നമ്മൾ ഇവിടെ വരെ വന്നതല്ലേ, ബാ നമുക്ക് പോയി എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് വരാം. ഡാഡാ, നിന്റെ ചാട്ടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായല്ലോ, എന്നവാ നമുക്ക് പോവാം. ഇവനിത് എടി ചുവ, എന്ത് സംസാരിക്കാനടി? നമ്മളെ കാരണം അങ്ങനെ ഹോസ്പിറ്റലായത്. ഭാഗ്യം അതൊന്നും ഇവിടെ പറയാത്തത്. ഇല്ലെങ്കിൽ അമ്മയുടെ വായിലിരിക്കുന്നത് കൂടെ നമ്മൾ കേട്ടേനെ. മക്കള്, നിങ്ങൾ അവരെയും കൂട്ടി മുകളിൽ ചെല്ലാം. ആ ശരി അപ്പ.